ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഫ്രിഡ്ജ് ടൂറാണ്. നമ്മൾ ഓണത്തിൻ്റെ ഒരു പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയത് എൽ ജിയുടെ ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ ഫ്രിഡ്ജും എൽ ജി ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും എൽ ജി തന്നെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഡോറിലുള്ള സാധനങ്ങളൊക്കെ എന്താണ്. താഴത്തെ ഡോറാണ് ഇത്. അപ്പോൾ മുകളിൽ തന്നെ നമ്മൾ വെച്ചേക്കുന്നത് മീനച്ചാറാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടതാണ്. ഏലക്കയുണ്ട്, അതിൻ്റെ തോടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് വെച്ചേക്കുന്നതാണ്. നമ്മൾ മുട്ടയൊന്നും ഫ്രിഡ്ജിൽ വെക്കാറേ ഇല്ല കേട്ടോ. മുട്ടയൊക്കെ നമ്മളെപ്പോഴും പുറത്താണ് വെക്കുന്നത്. ജ്യൂസ് ഇരിപ്പുണ്ട്, അത് മകൻ വാങ്ങിയതാണ്, അവൻ്റെ ജ്യൂസൊക്കെയാണ്. പിന്നെ അതൊക്കെ നമ്മൾ വീട്ടിലിട്ട് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കയ്യിലെടുത്ത് റൈസ് വാട്ടറായിരുന്നു മോളുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ബാക്കി അച്ചാറൊക്കെ. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ താഴേന്ന് തുടങ്ങുവാണെങ്കിൽ ഞാനിവിടെ മുരിങ്ങയ്ക്ക ഒരു കെട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓണത്തിന് വാങ്ങിയതായിരുന്നു. നമുക്ക് മിച്ചം വന്നത് അതേപോലെ ഞാൻ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ പച്ചക്കറിയാണ്. വെള്ളിരിക്കയും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പടവലങ്ങി ഇരിപ്പുണ്ട്. പിന്നെ അകത്തേക്ക് പഴം, ഏത്തപ്പഴമാണ്, അതിരിപ്പുണ്ട്. പിന്നെ ആ ചുമന്നിരിക്കുന്നത് തക്കാളിയാണ്. ഇതൊക്കെ ഓണത്തിന് വാങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ മുകളിൽ ക്യാരറ്റ് ഇരിപ്പുണ്ട്, പച്ചമുളക് ഇരിപ്പുണ്ട്. പിന്നെ ഇരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടാണ്. പറമ്പിൽ നിന്ന് പറക്കിയെടുത്താണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറക്കി ഫ്രിഡ്ജിൽ ഒരു അലങ്കാരത്തിന് കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നല്ല ഫാഷൻ ഫ്രൂട്ട് ഇരിപ്പുണ്ട്. ഇനി ഈ ഒരു കൊട്ടയിൽ നമുക്ക് ഉള്ളത് നാരങ്ങയും നെല്ലിക്കയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് നാരങ്ങയും നെല്ലിക്കയും. എപ്പോഴും എല്ലാവർക്കും വേണം കേട്ടോ. അതാണ് ആ ഒരു കൊട്ടയിൽ വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ പച്ചക്കറി തന്നെയാണ്. ഓണത്തിന് വാങ്ങിയതിൻ്റെ മിച്ചം ഇരിക്കണതാണ് കേട്ടോ. ഇതൊന്നും തീർന്നിട്ട് പോലും ഇല്ല. പിന്നെ ഒരു പോൾസ് ബേക്കറിയുടെ ഒരു കേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. പോൾസ് ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറിയുടെ പേരാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയൊരു കേക്ക് ഇരിപ്പുണ്ട്. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിയ കേക്കിൻ്റെ ബാലൻസ് കയറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് പകുതി കഴിച്ചിട്ട് ബാക്കി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാല് പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ എന്നും കാണും. പിന്നെ ഇതൊക്കെ മക്കളുടെ ഏരിയ ആണ് കേട്ടോ. അവരുടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, തീർന്നതാണ് കേട്ടോ. അതും അല്ലെങ്കിൽ ഒപ്പം കണ്ടേനെ. ചോക്ലേറ്റ് ഇല്ലാതെ ഒരു ജീവിതം എൻ്റെ മക്കൾക്കില്ല കേട്ടോ. അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചേക്കുന്നതൊക്കെയാണ് ഇരിക്കുന്നത്. അത് ഫുള്ള് അവരുടെ ഏരിയ ആണ്. നമുക്കിനി അടച്ചിട്ട് മുകളിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രീസർ വരുന്നത്. ഫ്രീസറിൻ്റെ അകത്ത് ആരാണ്ട് ഒളിച്ചും പാത്തൊരു മുട്ടായി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിക്കില്ലെന്ന് വിചാരിച്ചിട്ടാവാം അവരെടുത്ത് ഒളിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മളല്ല, മകനോ മകളോ അവർ തമ്മിൽ ഉള്ള എന്തോ ഇടപാടാണ് ഇരിക്കുന്നത് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. പിന്നെ 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ഒന്നും അങ്ങനെ വെക്കാറില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെടുത്ത് കഴിക്കുക, അവർക്ക് പനി പിടിക്കുക. അതുകൊണ്ട് ഐസ് ക്യൂബ് ഒന്നും നമ്മളങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉള്ളൂ. സാധാരണ ഒരു വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.